എല്ലാവർക്കും നമസ്കാരം. ഒരു റോബോട്ട്, അതിന്റെ കൈ, കാല്, ചലനങ്ങൾ ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിനോട് നമ്മൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ശരിക്കും കൗതുകമുള്ളൊരു കാര്യമാണല്ലേ? ഒരു റോബോട്ടിന് അതിൻ്റേതായ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി, ഒരു ഡിജിറ്റൽ രൂപരേഖ എങ്ങനെ കൊടുക്കാം? വാ, നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്: ഒരു ഫിസിക്കൽ റോബോട്ടിനെ അതിൻ്റെ ഓരോ കുഞ്ഞൻ ഭാഗങ്ങളെയും ചലനങ്ങളെയും പറ്റി ഒരു കോഡിന് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ എങ്ങനെ വിവരിക്കും? ശരിക്കും ഇതാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്ന ആ ഒരു വലിയ ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് URDF. കേട്ടിട്ടുണ്ടോ? യൂണിവേഴ്സൽ റോബോട്ട് ഡിസ്ക്രിപ്ഷൻ ഫോർമാറ്റ്. നമുക്കിതിനെ സിമ്പിളായിട്ട് ഒരു റോബോട്ടിന്റെ ഡിജിറ്റൽ ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കാം. ഒരു ബിൽഡിംഗ് പണിയാൻ നമുക്ക് ബ്ലൂ പ്രിന്റ് വേണ്ടേ? അതേപോലെ ഒരു റോബോട്ടിനെ സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കാനും അതിന്റെ ചലനങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും ഈ URDF ഫയലാണ് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിജിറ്റൽ ബ്ലൂ പ്രിന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വെറുതെ എഴുതി വെച്ചാൽ മതിയോ? പോരാ, അതിനൊരു ഭാഷയും കുറച്ച് നിയമങ്ങളും ഒക്കെ വേണ്ടേ? ഒരു റോബോട്ടിന്റെ ഓരോ ഭാഗവും ഒരു സ്ക്രൂ പോലും വിടാതെ കൃത്യമായി നിർവചിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഭാഷയുണ്ട്. ഈ URDF ഫയലുകളുടെയൊക്കെ നട്ടെല്ലെന്ന് പറയാം. അതാണ് XML, അതായത് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. പേര് കേട്ട് പേടിക്കേണ്ട, ഇത് നമ്മുടെ റോബോട്ട് ബ്ലൂ പ്രിന്റിന് വേണ്ട വ്യാകരണവും വാക്കുകളുമൊക്കെ തരുന്ന ആളാണ്. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ, വിവരങ്ങളെ, അതായത് ഡേറ്റായെ ടാഗുകൾ ഉപയോഗിച്ച് ഇങ്ങനെ തരംതിരിച്ച് ലേബൽ ചെയ്തു വെക്കാനുള്ളൊരു വഴിയാണിത്. അത്രയുള്ളൂ. ഇപ്പൊ നോക്കൂ, ഈ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലേബൽ ഒട്ടിച്ച പെട്ടി, അത്രയുള്ളൂ. ഇവിടെ ഈ കാണുന്ന നെയിം എന്നുള്ളത് ആ പെട്ടി തുറക്കുന്ന ഭാഗം, അതായത് ഓപ്പണിംഗ് ടാഗ്. പിന്നെ ആ സ്ലാഷുള്ള സ്ലാഷ് നെയിം കണ്ടോ? അത് ആ പെട്ടി അടയ്ക്കുന്ന ഭാഗം, ക്ലോസിംഗ് ടാഗ്. അപ്പോ ഈ പെട്ടിക്കുള്ളിൽ എന്താ ഉള്ളത്? ലക്ഷ്മി എന്ന ഡേറ്റ. സിമ്പിളല്ലേ? ശരി, അപ്പോൾ XML എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇത് വെറുതെ അങ്ങ് എഴുതിയാൽ പോരാ. കുറച്ച് നിയമങ്ങളുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള, പക്ഷെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ഒന്നാമത്തെ റൂൾ ഇതാണ് ഏറ്റവും പ്രധാനം: തുറന്നാൽ അടക്കണം. അതായത് നമ്മളൊരു ടാഗ് തുടങ്ങിയാൽ അത് തീർച്ചയായും ക്ലോസ് ചെയ്തിരിക്കണം. ഇവിടെ നോക്കൂ, ഏജ് എന്ന് നമ്മൾ തുടങ്ങി, പക്ഷേ എവിടെയാണ് ആ 10 എന്ന വിവരം തീരുന്നത്? കമ്പ്യൂട്ടറിന് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ആ ഫോർവേഡ് സ്ലാഷ് ഇട്ട് സ്ലാഷ് ഏജ് എന്ന് നമ്മൾ അത് ക്ലോസ് ചെയ്യണം. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവും, ഓക്കെ, പ്രായം 10 ആണ്, കഴിഞ്ഞു. രണ്ടാമത്തെ നിയമം നെസ്റ്റിംഗ്. ഇതാ പെട്ടിയുടെ ഉദാഹരണം വെച്ച് തന്നെ പറയാം. ഒരു വലിയ പെട്ടിക്കുള്ളിൽ നമ്മളൊരു ചെറിയ പെട്ടി വെച്ചാൽ ആദ്യം ഏത് പെട്ടി അടയ്ക്കും? ഉള്ളിലെ ചെറിയ പെട്ടിയല്ലേ? അതുപോലെ തന്നെ ഇവിടെ സ്റ്റുഡന്റ് എന്ന വലിയ പെട്ടിക്കുള്ളിലാണ് നെയിം എന്ന ചെറിയ പെട്ടി. അപ്പോൾ ആദ്യം നെയിം അടയ്ക്കണം, എന്നിട്ടേ സ്റ്റുഡന്റ് അടയ്ക്കാവൂ. ആ ഓർഡർ തെറ്റിക്കരുത്. തെറ്റിച്ചാൽ എല്ലാം കുഴയും. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് എപ്പോഴും ഓർമ്മയിൽ വെക്കണം. XML കേസ് സെൻസിറ്റീവ് ആണ്. അതായത് വലിയക്ഷരവും ചെറിയക്ഷരവും രണ്ടും രണ്ടാണ്. ക്യാപിറ്റൽ N വെച്ച് തുടങ്ങുന്ന നെയിമും സ്മോൾ n വെച്ച് തുടങ്ങുന്ന നെയിമും XMLന് 2 വ്യത്യസ്ത ടാഗുകളാണ്, ഒന്നല്ല. അപ്പോൾ ടാഗ് എഴുതുമ്പോൾ സ്പെല്ലിംഗ് പോലെ തന്നെ ഈ കേസും വളരെ ശ്രദ്ധിക്കണം. നാലാമത്തെ നിയമം, ഒരു XML ഫയലിന് എപ്പോഴും ഒരു തലവൻ വേണം. അതായത് എല്ലാ ടാഗുകളെയും പൊതിഞ്ഞ് ഒരൊറ്റ മെയിൻ ടാഗ്. ഇതിനെയാണ് നമ്മൾ റൂട്ട് എലമെന്റ് എന്ന് പറയുന്നത്. ഒരു പുസ്തകത്തിലെ എല്ലാ പേജുകളും ഒരു കവർ പേജിനുള്ളിലല്ലേ ഇരിക്കുന്നത്? അതുപോലെ എല്ലാ ഡേറ്റയും ഈ ഒരൊറ്റ വലിയ കണ്ടെയ്നറിന്റെ ഉള്ളിലായിരിക്കണം. അല്ലാതെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകാൻ പാടില്ല. ഇനി ആട്രിബ്യൂട്ടുകൾ. ഇതെന്താ സംഭവം? നമ്മൾ ടാഗിനെ ഒരു പെട്ടിയായിട്ടല്ലേ കണ്ടത്? ആ പെട്ടിയുടെ പുറത്ത് ഒട്ടിക്കുന്ന ചെറിയ സ്റ്റിക്കറുകൾ പോലെയാണ് ആട്രിബ്യൂട്ടുകൾ. കൂടുതൽ വിവരങ്ങൾ ഇവിടെ നോക്കൂ. റോബോട്ട് എന്ന ടാഗിന്റെ കൂടെ ID = 101, ടൈപ്പ് = മൊബൈൽ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? അപ്പോൾ നമുക്ക് ആ റോബോട്ടിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടി. ഈ എക്സ്ട്രാ ഇൻഫർമേഷൻ എപ്പോഴും ഓപ്പണിംഗ് ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ XMLന്റെ നിയമങ്ങളൊക്കെ പഠിച്ചു. ടാഗ്, നെസ്റ്റിംഗ്, റൂട്ട് എലമെന്റ് എല്ലാം ഓക്കെ. പക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ ടാഗും നിയമവും ഒക്കെ വെച്ച് എങ്ങനെയാണ് ഒരു റോബോട്ടിന്റെ കൈയും കാലുമൊക്കെ ഉണ്ടാക്കുന്നതെന്നല്ലേ? നല്ല ചോദ്യമാണ്. വാ, നമുക്ക് നോക്കാം ഇതെല്ലാം എങ്ങനെയാണ് ഒരു റോബോട്ടായി മാറുന്നതെന്ന്. ഇതിവിടെ നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. URDFൽ റോബോട്ടിന്റെ ഓരോ ഭാഗത്തെയും നമ്മൾ ലിങ്ക് എന്ന ടാഗ് വെച്ചാണ് പറയുന്നത്. എന്നിട്ട് ആ ഭാഗത്തിനൊരു പേര് വേണ്ടേ? അതിനാണ് നമ്മൾ നെയിം = ബേസ് ലിങ്ക് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. കണ്ടോ, XMLന്റെ ടാഗും ആട്രിബ്യൂട്ടും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ റോബോട്ടിന്റെ ഒരു ഭാഗത്തിന് ഡിജിറ്റലായി രൂപം കൊടുത്തു. ഇത്രയുള്ളൂ സംഭവം. അപ്പോൾ ഈ URDF ബ്ലൂ പ്രിന്റ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വെറുതെ കൈയും കാലും മാത്രമല്ല,
റോബോട്ടിന്റെ ഓരോ ലിങ്കുകൾ, അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോയിന്റുകൾ, അതിന്റെ ഷേപ്പ്, എന്തിന്, അതിന്റെ ഭാരം എത്രയാണ്, മെറ്റീരിയൽ ഏതാണ് എന്നൊക്കെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരെ നമുക്കിതിൽ കൃത്യമായി എഴുതി വയ്ക്കാം. ചുരുക്കി പറഞ്ഞാൽ ഒരു റോബോട്ടിന്റെ A to Z കാര്യങ്ങളടങ്ങിയ ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ രേഖ. അപ്പോൾ ഒരു റോബോട്ടിന്റെ ഡിജിറ്റൽ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാനുള്ള ആ ഒരു അടിസ്ഥാന ആശയം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഈ പുതിയ അറിവ് വെച്ച് നിങ്ങൾ എങ്ങനെയുള്ളൊരു റോബോട്ടിനെ ആവും ഉണ്ടാക്കുക? ചിലപ്പോൾ പറക്കുന്ന ഒന്നോ അതോ ആഴക്കടലിൽ പോകുന്ന ഒന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഭാവനയ്ക്ക് അതിരുകളില്ല.